ഹലോ. ഇന്ന് വൈകുന്നേരം ഭയങ്കര തിരക്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കൊഞ്ച് കിട്ടിയതിനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തീയൽ വെക്കാനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ. കൊഞ്ച് തീയൽ വെക്കുന്നത് ഇച്ചിരി മെനക്കെട്ട പണിയാണല്ലോ. മുളക് തീയലാണെങ്കിൽ അത്യാവശ്യം എളുപ്പമാണ്. ഇത് പക്ഷേ തേങ്ങ വറുത്തരച്ച തീയലായതുകൊണ്ട് ഇത്തിരി സമയമെടുത്ത് തന്നെയാണ് ചെയ്തത്. നല്ല കായലിലെ കൊഞ്ചായിരുന്നു കേട്ടോ. അടിപൊളി കൊഞ്ചായിരുന്നു. തീയൽ വെക്കുന്ന ഇത്തിരി മെനക്കെട്ട പണിയായതുകൊണ്ട് ഞാൻ അതിനങ്ങനെ മെനക്കെടാറില്ല. പിന്നെ ആദ്യക്കുട്ടന് തീയലാണ് ഇഷ്ടം. അതുകൊണ്ട് എന്നാൽ കൊഞ്ച് കിട്ടിയപ്പോൾ അത് ഫ്രഷ് കൊഞ്ചായിരുന്നു കേട്ടോ. കായലിൽ നിന്നും പോയി ലേലക്കടവിൽ പോയി അച്ചച്ചൻ മേടിച്ചുകൊണ്ട് വന്ന കൊഞ്ചാണ്. അടിപൊളി മുരിങ്ങയ്ക്കയും തക്കാളിക്കയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് അടിപൊളി ഒരു തീയൽ വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ കൊതുകടിയും കൊണ്ടിരുന്നാണ് കൊഞ്ച് പൊളിച്ചത് കേട്ടോ. പിന്നെ തേങ്ങ എളുപ്പം മൂക്കാൻ വേണ്ടി ഞാനൊരു ടിപ്പ് ഉപയോഗിച്ചു. തേങ്ങ തിരുങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ചതിന് ശേഷമാണ് തേങ്ങ വറക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും. ഒരുപാട് നേരം നമ്മൾ ഇളക്കി മെനക്കെടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ പച്ചക്കറിക്കുട്ടന്മാരെ എല്ലാം അരിഞ്ഞ് തീയലാക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് കൊഞ്ചൊക്കെ ഇട്ടു. എല്ലാ പച്ചക്കറി, അതായത് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക, തക്കാളി, കിഴങ്ങ്, പിന്നെന്താണ് പച്ചമുളക്, കൊച്ചുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നമ്മുടെ തേങ്ങ വറുത്തരച്ചതിൻ്റെ അരപ്പ് വെള്ളം ഉപയോഗിച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് അരപ്പ് അതിലേക്ക് ഒഴിച്ച് തീയൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇടണം. പിന്നെ തീയലിന് തേങ്ങ വറക്കുമ്പോൾ ഞാൻ അതിനകത്ത് സ്പെഷ്യലി ചേർക്കാനുള്ളത് ഒരിത്തിരി കായപ്പൊടിയും 5 ഉലുവയും പെരുംജീരകവുമാണ് കേട്ടോ. തീയലിൻ്റെ തേങ്ങ വറക്കലിന് ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവമാണ് ഇത്രയും സാധനങ്ങൾ. എന്തായാലും തീയലൊക്കെ വെന്ത് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് പൂര പണി കിടക്കുന്നത്. എനിക്ക് കുളിക്കണം, തൂത്തുവാരണം, പിന്നെ കുറച്ച് തയ്ക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തീയൽ കണ്ടപ്പോൾ ആദ്യക്കുട്ടന് ചപ്പാത്തി വേണം. ഞാനും അവനും കൂടെ കുറച്ച് സംസാരമൊക്കെ സംസാരിച്ചു. പിന്നെ ചപ്പാത്തി ചുടുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നെയ്യ് തൂത്താണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നെയ്യ് തൂക്കും, ചപ്പാത്തി ഇടും, വേവിക്കും, അങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചപ്പാത്തിക്കൊരു ടേസ്റ്റൊക്കെ വേണ്ടേ. ഞങ്ങൾ വാങ്ങിച്ച ചപ്പാത്തി ആയിരുന്നു കേട്ടോ. വൈകിട്ട് എല്ലാത്തിനും കൂടെ എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സർക്കസ് കാണിച്ചു. കണ്ടില്ലേ, ഒറ്റ കൈ കൊണ്ട് സാഹസം. നെയ്ക്കകത്തേക്ക് കയറാത്ത സ്പൂണ് കുത്തിക്കയറ്റി അതിനെ ഇളക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്നില്ല, പരാജയപ്പെട്ടു. പരാജയം സംഭവിച്ച ശേഷം ഞാൻ ചപ്പാത്തി കല്ലിൽ നിന്നും എടുത്തു. പിന്നെ ആ കറിയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. അടിപൊളി ചപ്പാത്തിയായിരുന്നു കേട്ടോ. നെയ്യ് തൂത്തോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടെല്ലാം പകർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് എല്ലാവർക്കും നേരത്തെ വിശക്കുന്നെന്ന് പറഞ്ഞു. നേരത്തെ നല്ല കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയായിരുന്നു. ഗൈസ്, 8ൻ്റെ പണി, ഒരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായിരുന്നു. അപ്പോഴേക്കും വിശന്ന് ഇവിടെ രണ്ടുപേരും തളർന്നിരുന്നു. എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം പകർന്നെടുത്ത് കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം.